KTU ഡീറ്റെയിൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള വിദഗ്ധരുടെ പട്ടിക സംസ്ഥാന സർക്കാരിന് ഗവർണർ കൈമാറി. വിവരങ്ങളുമായി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, സർക്കാർ ഇതുവരെ പട്ടിക കൈമാറിയിട്ടില്ല. 2 പട്ടികയും കിട്ടിയ ശേഷം അംഗങ്ങളെ കോടതി തീരുമാനിക്കും. ഇന്ന് സുപ്രീം കോടതി വീണ്ടും ഹർജി പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. ഗവർണറും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും പട്ടിക ഇന്ന് തന്നെ സമർപ്പിക്കും. അതിന്മേലുള്ള അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും ഒപ്പം സാങ്കേതിക സർവകലാശാലയിലും ഉടൻ തന്നെ സ്ഥിരം വൈസ് ചാൻസലർമാരെ വേണം എന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി നൽകിയത്. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വളരെ വേഗത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുക്കുന്നത്. സർക്കാരിനോടും ഗവർണറോടും 2 സ്ഥലത്തേക്കും സെർച്ച് കമ്മിറ്റിക്ക് ആളുകളെ തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധമായ പാനൽ നൽകാൻ ആവശ്യപ്പെട്ടത് സർക്കാർ 2 സ്ഥലത്തേക്കായി 10 പേരുടെ പാനൽ തയ്യാറാക്കിയിരുന്നു. ഗവർണറും അത്തരത്തിൽ പാനൽ തയ്യാറാക്കി നൽകി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇനി പാനലിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സുപ്രീം കോടതിയാണ്. കാരണം ഈ പാനൽ അതിന്റെ അവസാന ഘട്ട തീരുമാനമെടുക്കേണ്ടത് ആര് എന്ന ഒരു കാര്യത്തിൽ രാജ്ഭവനും ഒപ്പം സംസ്ഥാന സർക്കാരും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു ചേരിപ്പോര് നിലനിന്നിരുന്നു. കാരണം പുതിയ നിയമം അനുസരിച്ച് സർക്കാരിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരമുണ്ട്. അതിനെ ഒരു ബില്ല് അവർ നിയമസഭയിൽ പാസ്സാക്കിയെങ്കിലും ഗവർണർ അത് ഒപ്പിട്ടിരുന്നില്ല. അതേസമയം UGC നിയമം അനുസരിച്ച് വേണം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ എന്ന നിലപാടിൽ ഗവർണറും ഉറച്ചു നിന്നു. അതായത് 3 പേര് സെർച്ച് കമ്മിറ്റിയിലേക്ക് എന്നുള്ള തീരുമാനത്തായിരുന്നു ഗവർണർ. എന്തായാലും നിലവിൽ ഇപ്പോൾ 3 മുതൽ 5 പേരെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാനൽ തന്നെയായിരിക്കും സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാവുക. അത്തരത്തിൽ ആ സെർച്ച് കമ്മിറ്റിയിൽ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സർക്കാരിന്റെ കൈവശം വൈസ് ചാൻസലർ ആകുന്നതിന് വേണ്ടി തയ്യാറുള്ള ആളുകളുടെ വിവിധ രേഖകൾ ഉൾപ്പെടെ സമാഹരിച്ചു കഴിഞ്ഞു. ഗവർണറും അത്തരത്തിൽ ഒരു നീക്കം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറെ നാളുകളായി കേരള സർവകലാശാലയിൽ നിലനിന്നിരുന്ന ചേരിപ്പോരിന് തൊട്ടു പിന്നാലെയാണ് താൽക്കാലിക നിയമനം, അതായത് കാലാവധി കഴിഞ്ഞ സാങ്കേതിക സർവകലാശാലയിലെയും ഒപ്പം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെയും VC-മാർക്ക് ഹൈക്കോടതി വിധിയുടെ പിൻബലത്തിൽ വീണ്ടും പുനർനിയമനം നൽകിയത് വലിയ തരത്തിലുള്ള ചർച്ചയായി മാറിയിരുന്നു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ തന്നെ കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ മേൽക്കൈ ആർക്ക് എന്നുള്ളതല്ല, സുപ്രീം കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്. അതായത് വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഭാവി, സർവകലാശാലയുടെ നടത്തിപ്പ്, അതിൽ ഇത്തരത്തിലൊരു ചേരിപ്പോരുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് കോടതി സ്വീകരിച്ചതോടുകൂടി തന്നെയാണ് ഇരു വിഭാഗങ്ങൾക്കും ഇത്തരത്തിൽ പാനൽ നൽകേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇനി എന്തായാലും ഇന്ന് തന്നെ ഒരു പക്ഷേ സെർച്ച് കമ്മിറ്റി തീരുമാനിക്കുകയാണെങ്കിൽ വലിയ കാലതാമസമില്ലാതെ തന്നെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ വൈസ് ചാൻസലർ നിയമനവും നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് സർവകലാശാല വൃത്തങ്ങളും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഈ 2 സർവകലാശാലകളെ കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല. സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ ഒരിടത്ത് മാത്രമാണ് സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളത്. അത് ആരോഗ്യ സർവകലാശാലയിൽ. കേരള സർവകലാശാലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ചുമതലയുള്ള വൈസ് ചാൻസലർമാരാണ് ഉള്ളത്, താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് ഉള്ളത്. ഇത് ഇപ്പോഴും ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്, ഒപ്പം സർവകലാശാലയിലെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ നിയമനത്തിന് ചുവട് പിടിച്ചിട്ടുണ്ട്. അതായത് സാങ്കേതിക സർവകലാശാലയിലെയും ഒപ്പം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെയും വൈസ് ചാൻസലർമാർ നിയമനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു സാധ്യത ഉണ്ട്. സർക്കാർ എന്തായാലും ഈ വിദ്യാഭ്യാസപരമായി നിലനിൽക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും ഒരുപക്ഷെ ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാർ. ശരി ബിനോയ്, KTU ഡീറ്റെയിൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള വിദഗ്ധരുടെ പട്ടിക സംസ്ഥാന സർക്കാരിന് ഗവർണർ കൈമാറി. എന്നാൽ സർക്കാർ ഇതുവരെ പട്ടിക കൈമാറിയിട്ടില്ല. 2 പട്ടികയും കിട്ടിയ ശേഷം അംഗങ്ങളെ കോടതി തീരുമാനിക്കും.